ബാബുസ്വാമിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആത്മീയത? കാലത്ത് നേരത്തെ എണീക്കുക, നമ്മൾ സമ്പ്രദായപ്രകാരമുള്ള ധ്യാന സമ്പ്രദായങ്ങളെല്ലാം ചെയ്യും. അത് കഴിഞ്ഞാൽ ജോലിക്ക് പോകും. എല്ലാവർക്കും ടെൻഷനാണ്. അത് എന്തിനാണ് ടെൻഷൻ വരുന്നത് അവർക്ക് പോലും അറിയുന്നില്ല. ബാബു എന്നുള്ള പേര് പൂർവാശ്രമത്തിലെ പേരായിരിക്കണമല്ലോ, എന്തുകൊണ്ടാണ് ദീക്ഷയ്ക്ക് ശേഷവും ആ പേര് മാറ്റുന്നില്ല, ആ പേരിനെ തന്നെ ചേർത്ത് പിടിക്കാനുള്ള തീരുമാനം? ആനന്ദവനം ഭാരതി മഹാരാജിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അതിന് ആ പ്രകൃതി ശക്തി അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. ബാബുസ്വാമിയുടെ ജീവിതം എങ്ങനെയാണ് മാറുന്നത്? കേരളത്തിൽ ആത്മീയത വളരും, ഇനിയും ഇതിൽ കൂടുതൽ വളരും. ഈ താടി വെച്ച ആൾക്കാരെ കണ്ടാൽ നമുക്കൊരു ആകാംക്ഷയാണ്. കാലത്ത് മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നു ടെൻഷനോടുകൂടി. എന്തിന് ടെൻഷൻ? നിങ്ങൾ ഹാപ്പിയായി ജോലി ചെയ്യൂ, ആനന്ദകരമായി ജീവിക്കൂ. എങ്ങനെ ഇതെല്ലാം നീ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണോ എന്നാണ് ഞാൻ. നമസ്തേ. മഹാമാഘ മഹോത്സവ വേദിയിൽ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ബാബുസ്വാമിയാണ്. ബാബുസ്വാമി നമസ്കാരം. നമസ്തേ. എങ്ങനെയുണ്ട് മഹാമാഘ മഹോത്സവത്തിൻ്റെ ഒരു അനുഭവം? നമ്മൾ ജനിച്ചതിന് ശേഷം കേരളത്തിൽ ഇങ്ങനെയൊന്നും നടക്കുന്നത് ആദ്യമായിട്ടാണ്. കേട്ടറിവും അനുഭവങ്ങളുടെ അറിവും മഹാന്മാർ പറഞ്ഞ അറിവുമായ അതുകൊണ്ട് 270 വർഷങ്ങൾക്ക് മുന്നേ നിർത്തപ്പെട്ട ഈ ഒരു മഹോത്സവം ഇപ്പോൾ നമ്മുടെ ശ്രീ ആനന്ദവനം ഭാരതി മഹാരാജിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അതിന് ആ പ്രകൃതി ശക്തി അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം ഇനി വരും കാലങ്ങളിൽ ഇത് അതിമഹത്തായിട്ട് കൊണ്ടാടപ്പെടും എന്നുള്ളതാണ് നമ്മുടെ അറിവ്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് ഈ ആത്മീയതയൊക്കെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്ന മനുഷ്യരുള്ള സ്ഥലമാണ്. ഇന്നത്തെ കാലത്ത് പക്ഷേ അതിൽ വലിയ മാറ്റം വരുന്നുണ്ട്. ആത്മീയതയെ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ജിജ്ഞാസ ഇന്ന് പലരിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മഹാമാഘ മഹോത്സവത്തിന് വേദിയെടുത്ത് നോക്കുകയാണെങ്കിലും ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും എത്തിച്ചേരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു എങ്ങനെയാണ് കേരളത്തിൻ്റെ ആത്മീയതയെ കുറിച്ചിട്ട് സ്വാമി നോക്കിക്കാണുന്നത്? കേരളത്തിൽ ആത്മീയത വളരും, ഇനിയും ഇതിൽ കൂടുതൽ വളരും. കാരണം ഇന്ന് സോഷ്യൽ മീഡിയൻ്റെ ഒരു കാലഘട്ടമാണ്. ഈ സോഷ്യൽ മീഡിയൻ്റെ കാലഘട്ടങ്ങളിലൂടെ ഇന്ന് എല്ലാവരുടെ കൈകളിലും ഫോണുകളുണ്ട്. അപ്പോൾ ഈ ആത്മീയത ഈ മഹാഗുരുക്കന്മാരുടെ പരമ്പരയിലുള്ളവരും ആത്മീയത സോഷ്യൽ മീഡിയയിലൂടെ പകർത്തുന്നുണ്ട്. അപ്പോൾ പലരുടെ ചെവികളിലും ഇത് എത്തുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, അവർ ഇതിനെ അന്വേഷിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ബാബുസ്വാമിയെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്നൊരു വാർത്ത, അങ്ങ് ജോലി ചെയ്ത് അതിലെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ആത്മീയത ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആത്മീയതയ്ക്കൊപ്പം തന്നെ അധ്വാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എങ്ങനെയാണ് ജീവിതത്തിലേക്ക് ആത്മീയത കയറി വന്നത്? ജീവിതത്തിലേക്ക് ആത്മീയത കയറുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സനാതന സംസ്കാരത്തിലാണ് ഉണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾക്ക് ആ ഈശ്വരീയ ഭക്തിയും ഈശ്വരീയ ജ്ഞാനവും ഉണ്ടായിരുന്നു. മാത്രമല്ല, നമ്മുടെ ഗുരുനാഥൻ വിളയോടി മണിയാട്ടൻ എന്ന് പറയുന്ന ആധ്യാത്മിക ആചാര്യനും യോഗ ആചാര്യനുമാണ്. അദ്ദേഹവും ഇതേ തന്നെയാണ് ഒരു ജോലി ചെയ്തുകൊണ്ടാണ്. അതായത് ഷോർ ഫാക്ടറി ജോലിക്കാരനായിരുന്നു. ഷോർ ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ട് എല്ലാവർക്കും യോഗയിലൂടെ നന്മ വരും, ആരോഗ്യവാന്മാരായിരിക്കും എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാ സ്കൂളുകളിലും പെർമിഷൻ എടുത്ത് സ്കൂളുകളിലെല്ലാം കുട്ടികൾക്ക് ഈ യോഗാ സമ്പ്രദായം കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് നമ്മൾ വന്നത്. സ്വാമിജി ഏതിലാണ് ദീക്ഷ എടുത്തിരിക്കുന്നത്? നമ്മൾ സിദ്ധാ സമ്പ്രദായമാണ് ദീക്ഷ എടുത്തിരിക്കുന്നത്. ബാബു എന്നുള്ള പേര് പൂർവാശ്രമത്തിലെ പേരായിരിക്കണമല്ലോ, എന്തുകൊണ്ടാണ് ദീക്ഷയ്ക്ക് ശേഷവും ആ പേര് മാറ്റുന്നില്ല, ആ പേരിനെ തന്നെ ചേർത്ത് പിടിക്കാനുള്ള തീരുമാനം? പൂർവാശ്രമത്തിൽ നമ്മൾക്ക് ഏറ്റവും വലിയ ഗുരുവായിരിക്കുന്നത് മാതാവും പിതാവുമാണ്. ആ മാതാപിതാക്കൾ തന്ന പേരിനെ നമ്മൾ എന്തുകൊണ്ട് മാറ്റണം? എല്ലാവരും ബാബുവിനെ ബാബുസ്വാമി എന്ന ആദരവോടുകൂടി വിളിക്കുന്നു. അപ്പോൾ അത് തന്നെ ഇരുന്നോട്ടെ. പിന്നെ നമ്മൾ കർമ്മം ചെയ്യുന്നതുകൊണ്ട് അതിനോടൊപ്പം കർമ്മയോഗിയും ചേർത്തി.
ബാബുസ്വാമി കർമ്മയോഗി, അത്രമാത്രമാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ ബാബുസ്വാമിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആത്മീയത? ബാബുസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയത എന്നുള്ളത് എല്ലാ വേദങ്ങളിലും ഉപനിഷത്തുകളിലും സർവ സമ്പ്രദായങ്ങളിലും പറയുന്നത് മനുഷ്യൻ ശാന്തമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉള്ളത്. സത്യത്തെ അറിഞ്ഞ് ശാന്തമായി ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആർക്കും ഈ ശാന്തതനെ കൈവെടിയാണ്. കാലത്തു മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നു ടെൻഷനോടുകൂടി. എന്തിന് ടെൻഷൻ? നിങ്ങൾ ഹാപ്പിയായി ജോലി ചെയ്യൂ, ആനന്ദകരമായി ജീവിക്കൂ. അതാണ് നമുക്ക് പറയാനുള്ളത്. അതിനുള്ള മാർഗമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ആനന്ദകരമായ ജീവിതമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനെന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ശരീരം നന്നായി വയ്ക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല സംസാരിക്കുക, അടുത്തവൻ്റെ കുറവുകളും കുറ്റങ്ങളും കാണാതിരുന്നാൽ നിങ്ങളുടെ ജീവിതം ശുഭകരമാകും. തീർച്ചയായിട്ടും അത് തന്നെയാണ് ആത്മീയതയ്ക്കുള്ള വലിയൊരു ഡെഫിനിഷനാണ്. ഇപ്പം നമ്മൾ കേരളത്തിനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ആത്മീയത എന്ന് പറയുന്നത് ഇന്നും പലർക്കും വളരെ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടോടുകൂടി നോക്കിക്കാണുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവരോട് എന്താണ് സ്വാമിജിക്ക് പറയാനുള്ളത്? അല്ല, അവരതിനെ ശരിക്കും പഠിച്ചിട്ടില്ല എന്നുള്ള മനസ്സിൻ്റെ എല്ലാ വേദങ്ങളും മന്ത്രങ്ങളും പറഞ്ഞു വച്ചിരിക്കുന്നത് ശാന്തതയ്ക്ക് വേണ്ടിയിട്ടാണ്, മനം ശാന്തമാകാനാണ്. മനമത് സെമ്മയാനാൽ മന്ദിരം തേവയില്ലേ. മനസ്സ് നിങ്ങൾക്ക് സമാധാനമായ നിങ്ങൾക്കൊരു മന്ത്രം ആവശ്യമില്ല. ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ കുടിയിരിക്കുന്നുണ്ട്, അത് തിരിച്ചറിയണം. ഈശ്വര സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ കുടിയിരിക്കണം. അതാണ് അദ്വൈതം. ആ അദ്വൈതത്തെ തേടുന്നതാണ് ഭൗതികമായിട്ടുള്ള എല്ലാ പ്രതിഭാസങ്ങളും. പക്ഷേ ഭൗതികതയിൽ നിന്ന് നിങ്ങൾ ആത്മീയതയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ശാന്തത മാത്രമല്ല സദാ ആനന്ദം ലഭിക്കും. ബാബുസ്വാമിയുടെ ജീവിതം എങ്ങനെയാണ് മാറുന്നത്? എങ്ങനെയായിരുന്നു കുട്ടിക്കാലമൊക്കെ? എങ്ങനെയായിരുന്നു? പിന്നെ എപ്പോഴാണ് ഈ ഒരു പാതയിലേക്ക് എത്തുന്നത്? ഇപ്പോൾ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അതുകൂടി പറയാമോ? ബാബുസ്വാമി കുട്ടിക്കാലം മുതലേ പഠിച്ചു വന്നു. ആ ചെറുപ്പകാലം മുതലേ നമ്മൾ ഈ ആത്മീയതയിലുള്ള ഗുരുക്കന്മാരുടെ നമ്മൾ പല ബുക്സുകളും വായിക്കുന്ന ഗുരുക്കന്മാരുടെ പല ഈ താടി വെച്ച ആൾക്കാരെ കണ്ടാൽ നമുക്കൊരു ആകാംക്ഷയാണ്. അവരിൽ നിന്ന് എന്തറിവ് കിട്ടും എന്നുള്ളതായിരുന്നു ഓടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഗുരുനാഥനായ മണിയാട്ടനെ കണ്ടുമുട്ടാൻ സാധിച്ചതും അദ്ദേഹത്തിൽ നിന്ന് യോഗാഭ്യാസങ്ങളും ആത്മവിദ്യയും നമ്മൾ സ്വായത്തമാക്കിയിരുന്നു. അദ്ദേഹം വിളിച്ചാണ് നമ്മൾ തന്നിരുന്നത്. അതിന് ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ 2 വർഷമായി അദ്ദേഹം സമാധിയായിട്ട്, എങ്കിലും ആ ആത്മചൈതന്യം നമ്മോടൊപ്പമുണ്ട് എന്നാണ് നമ്മളിപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നത്. മാത്രമല്ല എങ്ങനെ ഇങ്ങോട്ട് എത്തി എന്നുള്ളതാണ്. ഇത് തന്നെ ഈ മണിയാട്ടനുമായിട്ടുള്ള കണ്ടതാണോ ജീവിതം മാറ്റിമറിച്ച ഒരു സന്ദർഭം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ഭൗതിക ജീവിതം വെടിയുക എന്ന് പറഞ്ഞിരുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും കാലം ഭൗതികമായി ജീവിച്ചിട്ട് പെട്ടെന്ന് ആത്മീയതയിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സാധാരണക്കാരി എന്ന നിലയ്ക്ക് എനിക്കത് ചിന്തിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ബാബുസ്വാമിക്ക് അതെങ്ങനെയായിരുന്നു? എൻ്റെ ഗുരുനാഥനും അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിനും ഭാര്യയും 3 മക്കളും ഉണ്ടായിരുന്നു. അദ്ദേഹം ജോലിക്കാരനായിരുന്നു. അദ്ദേഹം എങ്ങനെ ഈ ആത്മീയത കൊണ്ടുപോയി? അതൊക്കെ ആലോചിക്കുമ്പോൾ അനവധി ശിഷ്യന്മാർ മണിയേട്ടനുണ്ട്, മണിസ്വാമിക്കുണ്ട്. പക്ഷേ എല്ലാവരും ഇതുപോലെ ആത്മീയത കൈപിടിച്ച് ആനന്ദകരമായ ജീവിതം അനുഭവിക്കട്ടെ എന്നാണ് ഞാനും. ഇപ്പോൾ നമുക്കറിയാം ബാബുസ്വാമിനെ ആളുകൾ അറിയുമ്പോൾ ആദ്യം അതൊരു ട്രോൾ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരുന്നു. എന്നാൽ എന്ന് മുതലാണ് ബാബുസ്വാമി ജോലി ചെയ്തുകൊണ്ടാണ് ഈ ആത്മീയത ഒപ്പം അത്തതോടുകൂടി എല്ലാവർക്കും വലിയ അഭിമാനമാണ് അല്ലെങ്കിൽ വലിയ സ്നേഹമാണ് ബാബുസ്വാമിയോട്. എങ്ങനെയാണ് ആളുകൾ അത് ബാബുസ്വാമിയോട് പ്രകടിപ്പിക്കുന്നത്? അല്ല, നമ്മൾക്ക് ഞാൻ ഇപ്പോൾ ഈ ട്രോളുന്നതിന് മുന്നും നമ്മൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ജോലി കാലത്ത് 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ വേഷങ്ങളെല്ലാം മാറ്റും. അപ്പോൾ നമ്മൾക്ക് കാക്കി ഡ്രസ്സിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ആത്മീയത ജീവിതമായിട്ടുള്ള ഇതുപോലെ സത്സംഗങ്ങളും. ഇന്ന് പലവരും ടെൻഷനായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ടെൻഷന് എങ്ങനെ പരിഹരിക്കാം? പല പ്രശ്നങ്ങളുമുള്ളവർ നമ്മളോട് ബാബുസ്വാമി എന്താ ചെയ്യുക, എനിക്ക് ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, നിങ്ങൾ ശാന്തമായിരിക്കാനുള്ള നമ്മൾ ക്ലാസ്സുകളാണ്, ചെറിയ യോഗകളും അങ്ങനെയുള്ള കാര്യങ്ങളും വെച്ച് അതിനുള്ള ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അവർ പലരും ശാന്തരാണിപ്പോൾ. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയാം ജോലിയുടെ തിരക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിൽ നിന്നൊരു എങ്ങനെയാണ് എനിക്കൊരു മോചനം ഉണ്ടാകുക എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്വാമി തരുന്നൊരു ഉപദേശം? നിങ്ങൾക്ക് ശാന്തതയും സമാധാനത്തിനുമുള്ള നിങ്ങൾ ആനന്ദമാണ് അനുഭവിക്കേണ്ടത്. ഈ ആനന്ദം അനുഭവിക്കണമെങ്കിൽ
നിങ്ങൾ ചെയ്ത ഏത് കർമ്മത്തെ നിങ്ങൾ ആനന്ദകരമായി ചെയ്യണം. അത് ടെൻഷനായിട്ട് അതിനെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകും. ഏത് ജോലിയും ആനന്ദകരമായി ചെയ്യും. ഞാൻ ചെയ്യുന്ന ജോലിയെല്ലാം ആനന്ദകരമായിട്ട് ഹാപ്പി ആയിട്ട് വളരെ ചിരിച്ചിട്ടും വളരെ ഡാൻസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ജോലി ചെയ്യാറ്. കാരണം നമ്മളതിനെ സ്വീകരിക്കണം. അനുഭവിച്ചുകൊണ്ട് ചെയ്താൽ നമ്മൾക്കൊരുവിധ ടെൻഷനും ഉണ്ടാവില്ല. പിന്നെ മൂന്നാമതൊരാളുടെ നമ്മൾ കുറവുകളും കുറ്റങ്ങളും പറയാൻ നിന്നാൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബാബുസ്വാമിയുടെ ഒരു ദിവസം എങ്ങനെയാണ്? ബാബുസ്വാമിയുടെ ഒരു ദിവസം പറഞ്ഞാൽ കാലത്ത് നേരത്തെ എണീക്കുക, നമ്മൾ എല്ലാ കാര്യം പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വെച്ചാൽ കുറേ സമയം നമ്മൾ സമ്പ്രദായപ്രകാരമുള്ള ധ്യാന സമ്പ്രദായങ്ങളെല്ലാം ചെയ്യും. അത് കഴിഞ്ഞാൽ ജോലിക്ക് പോകും. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഇതുപോലുള്ള ആധ്യാത്മിക കാര്യങ്ങളിൽ ഇങ്ങനെ ഏർപ്പെടും. അതന്നെ ആനന്ദകരമായിട്ട് ജീവിക്കുന്നു. ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിച്ചൊരു നിമിഷം ഏതായിരിക്കും ബാബുസ്വാമി? ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിച്ച നിമിഷം എന്ന് പറയുന്നത്, നമ്മൾ പല ഭാഗങ്ങളിലും യാത്ര ചെയ്യാറുണ്ട്. നമ്മൾ ഈ കൈലാസ യാത്രയൊക്കെ ഹിമാലയ യാത്രയൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്നൊക്കെ വിട്ട് ശരിയായിട്ടുള്ള നല്ലൊരു അനുഭവം, നമ്മളല്ലാതാകുന്ന ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയം തന്നെയാണ് ഏറ്റവും. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരു ആത്മീയ ആചാര്യൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ജടാധാരിയാണ്. അപ്പം ഇങ്ങനെ പൊതുജനത്തിൻ്റെ ഇടയിലേക്ക് പോകുന്ന സമയത്ത് അവരെങ്ങനെയാണ് അതിനെ ഏറ്റെടുക്കുന്നത്? യഥാർത്ഥത്തിൽ ആത്മീയതയ്ക്ക് വേഷങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഇത് സംഭവിച്ചത് നമ്മുടെ സനാതന സംസ്കാരത്തിൽ ഇങ്ങനെ സംഭവിച്ചതാണ്. അങ്ങനെ ആയിപ്പോയി. അതിനെന്തിനാണ് നമ്മൾ മാറ്റുന്നത്? അതുകൊണ്ട് യാതൊരു നമ്മൾക്കൊരു ദോഷങ്ങളൊന്നുമില്ല. അപ്പം അത് നമ്മളോട് ഇരുന്നോട്ടെ. ഈ ജടയൊക്കെ വെച്ചിട്ട് ഇപ്പൊ ജോലിയുടെ ഭാഗമായിട്ട് വീടുകളിലേക്കൊക്കെ പോകുമ്പോൾ അവരെന്താ ചോദിക്കാറുണ്ടോ? ചോദിക്കാറൊക്കെ ഉണ്ട്. പലരും ചോദിക്കാറുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ആ ജോലി ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം വെച്ച് തലയിൽ കെട്ടി ഒക്കെ വൃത്തിയായിട്ടാണ് നമ്മൾ പോകാറ്. ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ചോദ്യം എന്തായിരിക്കും? അല്ല, അങ്ങനൊന്നുമില്ല. എങ്ങനെ ഇതെല്ലാം നീ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണോ എന്നാണ്. എന്താണ് ജോലി, അതുപോലെ നിൻ്റെ ഈ കാര്യങ്ങൾ, നിങ്ങളുടെ ഈ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഇത് കൊണ്ടുപോകണമെന്നാണ് ജനങ്ങൾ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ വരൂ, നമ്മൾ പറഞ്ഞു തരാം. ശാന്തമായി ജീവിക്കുക. നമ്മളുടെ ജനനം മുതൽ മരണം വരെയുള്ള കുറച്ച് കാലയളവ് മാത്രമേ നമ്മൾക്കുള്ളൂ. ഈ കാലയളവിൽ നമ്മൾ എന്തിന് വൈകാരികമായി ജീവിക്കണം? ശാന്തമായി ജീവിക്കുക, ആനന്ദകരമായി ജീവിക്കുക. അതിനുള്ള പോംവഴികൾ കണ്ടെത്തുക. ഇത് തന്നെയാണോ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ അവരോട് പറയാനുള്ളത് സ്വാമിക്ക്? ഇന്നത്തെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ടെൻഷനാണ്. അത് എന്തിനാണ് ടെൻഷൻ വരുന്നത് അവർക്ക് പോലും അറിയുന്നില്ല. ആ ടെൻഷൻ ഇല്ലാതെ ജീവിക്കുക. കുറച്ച് കാലയളവിൽ നമ്മുടെ ഈ ശരീരം നമ്മൾ ഉപേക്ഷിക്കുന്നത് വരെ നമ്മൾ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ കാരണവന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. സിദ്ധപാരമ്പര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ധ്യാനമാർഗങ്ങളും യോഗാ സമ്പ്രദായങ്ങളും ചെയ്ത് ആനന്ദകരമായി ജീവിച്ചാൽ നിങ്ങൾക്ക് രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറാം. നിങ്ങൾ ശാന്തമായിരിക്കാം, ആനന്ദകരമായി ജീവിക്കാം. ഉറപ്പായിട്ടും. എന്തായാലും ആനന്ദകരമാവട്ടെ സ്വാമിയുടെ ജീവിതവും എന്നുള്ളതാണ്. ഒരുപാട് നന്ദി ഇത്രയും സമയം ചെലവഴിച്ചത്.